വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച NM വിജയന്റെ മരുമകൾ പത്മജയെ കണ്ട CPM നേതാവ് MV ജയരാജൻ. ബത്തേരിയിലെ ആശുപത്രിയിൽ എത്തിയാണ് ജയരാജൻ പത്മജയെ കണ്ടത്. NM വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കാൻ CPM തയ്യാറാണെന്ന് MV ജയരാജൻ പറഞ്ഞു. കുടുംബം ആവശ്യപ്പെട്ടാൽ അക്കാര്യം പരിഗണിക്കും. തട്ടിപ്പുകാരുടെ സംഘമായി കോൺഗ്രസ് മാറി. CPM നേതാക്കൾ വിജയന്റെ കുടുംബവുമായി ബന്ധമുണ്ട് എന്നും MV ജയരാജൻ പറഞ്ഞു. CPM-ന്റെ പുകമറയിൽ വഞ്ചിതരാകരുതെന്ന് T സിദ്ദിഖ് MLA അറിയിച്ചു. CPM കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണെന്നും സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. കോൺഗ്രസുകാർ സഹായിക്കില്ല എങ്കിൽ, ആ കുടുംബം ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളാലാവുന്ന സഹായം ഞങ്ങൾ ചെയ്യും. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത്. ഗ്രൂപ്പ് തർക്കത്തിലൂടെ മരണം നടക്കുക, കടക്കെണിയിലാക്കി ആളെ കൊല്ലുക, തട്ടിപ്പ് നടത്തിക്കൊണ്ട് നിയമനം നൽകുമെന്ന് പറഞ്ഞ് കോഴ വാങ്ങിയിട്ട് നിയമനം കൊടുക്കാതിരിക്കുക, കോഴ പണവും കൊടുക്കാതിരിക്കുക, ഇതാണ് കോൺഗ്രസ്. ഫൈസൽ നെടുമ്പാലയുണ്ട് വിവരങ്ങൾ നൽകാനായി. ഫൈസൽ, നോക്കൂ, പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിലുള്ള, അതായത് വയനാട്ടിലുള്ള അതേ ദിവസം തന്നെ CPM-ന്റെ മുതിർന്ന നേതാക്കളും ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് പത്മജിയെ ആശുപത്രിയിലെത്തി കാണുക മാത്രമല്ല ചെയ്തത്, ആ കുടുംബം സമ്മതിക്കുകയാണെങ്കിൽ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാമെന്നുള്ളൊരു വാഗ്ദാനവും CPM നൽകുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഏത് തലത്തിലുള്ള പ്രതികരണങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി, തീർച്ചയായും അജി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയും അതുപോലെ തന്നെ MLA-മാരായ T സിദ്ദിഖ്, IT ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജില്ലയിലുണ്ട്. അപ്പോൾ അത് നിലനിൽക്കെ അവരാരും തന്നെ ഇതുവരെ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം മരിച്ച ജോസിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ഈ NM വിജയന്റെ മരുമകൾ പത്മജയെ സന്ദർശിക്കാനോ ഇവരാരും തന്നെ തയ്യാറായിട്ടില്ല. ആ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ആ ഒരു വിവാദം പലതരത്തിലും പല കോണിലും വിവാദം നിലനിൽക്കുകയാണ്. CPM-ന്റെ മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായിക്കൊണ്ട് ഈ പറയുന്ന പത്മജയെ സന്ദർശിക്കുകയും ജോസിന്റെ വീട്ടിലെത്തുകയും ചെയ്യുന്നത്. അപ്പോ CPM കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ആരോപണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് ജോസിന്റെ വീട്ടിൽ പോകാൻ പേടിയാണ്. അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഗ്രൂപ്പ് പോരിന്റെ ഇരയാണ് ജോസിന്റെ മരണം എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഒരു ഉച്ചക്ക് 12:00 കൂടിയാണ് MV ജയരാജൻ പത്മജ അഡ്മിറ്റായ ആശുപത്രിയിൽ എത്തുകയും അവരെ സന്ദർശിക്കുകയും ചെയ്തു. അതിനുശേഷം മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഗ്രൂപ്പ് തർക്കം കോൺഗ്രസുകാരുടെ ജീവനെടുക്കുന്നു, തട്ടിപ്പുകാരുടെ സംഘമായി കോൺഗ്രസ് മാറി, തിരുവഞ്ചൂർ കോൺഗ്രസിലെ ഗൂഢസംഘത്തിന്റെ നടപടിയിൽ അതൃപ്തിയുള്ള ആൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനമായി, അതായത് NM വിജയൻ ആത്മഹത്യ ചെയ്തതിന് തൊട്ടു പിന്നാലെ തന്നെ CPM ഈ ഒരു കാര്യം പറഞ്ഞതാണ്. അതായത് കോൺഗ്രസുകാർ ഈ ബാധ്യത ഏറ്റെടുക്കില്ല എന്ന് പറയുകയും കുടുംബം ആവശ്യപ്പെടുകയും ചെയ്താൽ CPM കുടുംബത്തിന്, അതായത് CPM NM വിജയന്റെ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് മുമ്പ് തന്നെ CPM പറഞ്ഞിട്ടുള്ളത്. അത് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രതികരണമാണ് ഇന്ന് MV ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് കോൺഗ്രസ് ഈ ഒരു വിഷയം, ഈ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്ന് കോൺഗ്രസ് പറയുകയും കുടുംബം തങ്ങളോട് ഈ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്താൽ കൃത്യമായിക്കൊണ്ട് തന്നെ പാർട്ടി ഈ വിഷയത്തിൽ ഇടപെടുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുമെന്നുള്ള പ്രതികരണമാണ് MV ജയരാജൻ നടത്തിയിരിക്കുന്നത്. അജി, ഒപ്പം തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ച് വയനാട് കോൺഗ്രസിൽ വലിയൊരു പ്രതിസന്ധി നിലനിൽക്കുകയല്ലേ? പ്രത്യേകിച്ച് ഈ കുടുംബവും തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദരേഖ അടക്കം പുറത്തു വരുന്നു. അത്തരത്തിൽ നോക്കുമ്പോൾ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ട് എന്ന് നമുക്ക് കരുതിക്കൂടെ ഈ ഘട്ടത്തിൽ? അജി, തീർച്ചയായും അത് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ മറനീക്കി പുറത്തു വരികയാണ്. നേതാക്കൾ എല്ലാവരും ഈ ഒരു കാര്യത്തിൽ ഒരേ തീരുമാനമല്ല എന്നുള്ളതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കൃത്യമായി തന്നെ ആ ഓഡിയോയിൽ തിരുവഞ്ചൂർ പറയുന്നുണ്ട്, നേതാക്കൾ പറയുന്ന തീരുമാനത്തോട് തനിക്ക് വിയോജിപ്പില്ല. ഒരു കാര്യത്തിൽ ഉറപ്പ് കൊടുത്താൽ അത് പാലിക്കപ്പെടണം. അങ്ങനെ പാലിക്കപ്പെടാൻ കഴിയില്ലെങ്കിൽ ആ ഉറപ്പ് കൊടുക്കാൻ പാടില്ലായിരുന്നു. രമ്യമായി പരിഹരിക്കേണ്ട പ്രശ്നം ഇത്ര വലുതാക്കി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുകയാണ്. കോൺഗ്രസിനകത്ത് തന്നെ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളതായി തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മാത്രമല്ല, MV ജയരാജൻ
ഇന്ന് പല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കാര്യങ്ങളും കോൺഗ്രസിനെതിരെ ഉന്നയിക്കുകയാണ്. അപ്പോ ഈ പ്രശ്നങ്ങൾ കോൺഗ്രസിനകത്ത് വിഷയങ്ങൾ പുകയുകയും CPM ഈ വിഷയം ആയുധമാക്കി ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിനകത്ത് പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരും. അത് മാത്രമല്ല ഈ ജോസ് എന്ന് പറയുന്നത്, അതായത് കഴിഞ്ഞ ദിവസം പുൽപ്പള്ളിയിൽ ആത്മഹത്യ ചെയ്ത ജോസ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്, കോൺഗ്രസിന്റെ വാർഡ് മെമ്പറാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരാൾ കോൺഗ്രസിന് വേണ്ടി ഓടി നടന്ന് വോട്ട് ചോദിക്കുന്ന ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ വയനാടിന്റെ MP-യും AICCയുടെ മുതിർന്ന നേതാവുമായിട്ടുള്ള പ്രിയങ്ക ഗാന്ധി ജില്ലയിലുണ്ടായിട്ട്, അത് മാത്രമല്ല ഒരു അരമണിക്കൂർ പ്രിയങ്ക ഗാന്ധി മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ ജോസിന്റെ വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളത് വാസ്തവമാണ്. അപ്പൊ അത്തരത്തിൽ ഒരു അരമണിക്കൂർ പോലും ഈ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ജില്ലയിൽ ഉണ്ടായിട്ടും അത് വിനിയോഗിച്ചില്ല എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അതൊരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുകയാണ്. കോൺഗ്രസിന്റെ എത്രത്തോളം നേതാക്കൾ പ്രവർത്തകർക്ക് വില കൊടുക്കുന്നു എന്നുള്ള കാര്യം ഇതിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ളത് തന്നെയാണ് MV ജയരാജൻ പറയുന്നത്. ശരി, ഫൈസൽ നെടുമ്പാലയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ.